കുറച്ച് നാളൊന്ന് അടങ്ങിയിരിക്കുകയായിരുന്നു ജാസ്മിൻ. വീണ്ടും ഗബ്രിയേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. വാഴത്തോട്ടത്തിലെ വാഴയിലയിൽ തന്നെ ഇന്ന് പരിപാടി ഒപ്പിച്ച് എന്തോന്നാണ് വാഴയില. ആ വാഴത്തോട്ടത്തിലെ വാഴയില തന്നെ പറിച്ചെടുത്ത് വാഴയിലയുടെ നടുക്കുന്ന് ഒരു വശത്തോട്ട് ജാസ്മിൻ, മറുവശത്തോട്ട് ഗബ്രൈ എന്ന് എഴുതി അതിനകത്ത് ഫൗണ്ടേഷൻ തേക്കുന്നു, ലിപ്സ്റ്റിക്ക് വെച്ച് വരയ്ക്കുന്നു. വീണ്ടും പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത്തിരി കുറച്ച് നാളത്തെ സ്വസ്ഥത ഉണ്ടായിരുന്നു. ഗബ്രി പോയതിനു ശേഷം ജാസ്മിനത്തി നല്ല ലെവലിൽ ഗെയിം കളിച്ച് വരുമായിരുന്നു. വീണ്ടും ഈ കൊച്ചത് തൊലയ്ക്കും കൊണ്ടിട്ട്. സത്യം ഫിനാലെ അടുക്കാറായി, ഫിനാലെ വീക്കിലോട്ട് കയറാൻ പോവുകയാണ്. ഇപ്പം ഇത്തിരി നെഗറ്റീവ് മാറി വരുന്നുണ്ട്. അതിൽ ഇങ്ങനെ വല പിടിച്ച് കിടന്നത് ഇങ്ങനെ മാറി മാറി ആ തിരിയൊക്കെ വരുന്നുണ്ട്, കണ്ണൊക്കെ തുറന്ന് വരുന്നുണ്ടെന്നുള്ള ലെവലിൽ വീണ്ടും അവസ്ഥ താഴേക്ക് തന്നെ. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ജാസ്മിൻ അത് വൺ നെഗറ്റീവ് ആവും. ഇറങ്ങിയതിനു ശേഷം സൈബർ അറ്റാക്കിൻ്റെ മേളമായിരിക്കും. കാരണം ആ ലെവൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നോറ എവിക്റ്റായി. നോറയ്ക്ക് വലിയ പുതുമയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നോറയ്ക്ക് പെട്ടി അടിക്കാമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു ഒരു ചോദ്യം ലാലേട്ടൻ സ്റ്റേജിൽ വരുമ്പോൾ ചോദിക്കുമെന്ന്. നോറ പണപ്പെട്ടി എടുക്കണമെന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ, എടുക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആ സംഭവം ചോദിച്ചില്ല. പിന്നെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 90ാമത്തെ ഡേ ആണ്. എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ശോകം തന്നെയായിരിക്കും. പക്ഷേ അത്ര ശോകമൂക അവസ്ഥയല്ലായിരുന്നു. ഇവർക്കൊരു ടാസ്ക് കൊടുത്ത്, കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കൊക്കെ നമുക്കറിയാമല്ല, അതല്ല ഇത്തിരി കൂടെ ഒരു സ്റ്റാൻഡേർഡ് ലെവലുള്ള ടാസ്ക് കൊടുത്ത് കുറേ നേരം അങ്ങ് പോയി. അത് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരെ കുറിച്ചും പറയുന്ന ഇയാൾക്ക് ഇത്ര കഴിവുണ്ട്, ഇയാൾക്ക് ഇത്ര കഴിവുണ്ട്, ഇത്രയാണെന്നൊക്കെ പറയുന്നത് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ മെയിൻലി നമ്മുടെ സായിയുടെ കേസ്, സായി പെട്ടിയെടുത്ത് പോയതും അതിനെക്കുറിച്ചിട്ടുള്ള വീട്ടുകാരുടെ ഒപ്പീനിയൻസ്, നോറ സീക്രട്ട് റൂമിലിരുന്നത് അതിൻ്റെ വീഡിയോസ്, പിന്നീട് പണപ്പെട്ടിയെക്കുറിച്ചിട്ടുള്ള പ്ലാനിങ്ങുകൾ, അതിനുശേഷം നമ്മുടെ എവിക്ഷൻ. ഇത്രയാണ് മെയിനായിട്ട് എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ഡേ 90 ബിഗ് ബോസ് സീസൺ 6 ജൂൺ 8 വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഇന്നലെ രാത്രി 10:30 വീക്കെൻഡിന് മുമ്പേ തന്നെ ജാസ്മിൻ വാഴത്തോട്ടത്തിൽ ഇരുന്ന് ഈ പറഞ്ഞ കണക്ക് വാഴയിലയിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പേര് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതി വാഴയ്ക്കകത്തെടുത്ത് കൂന്നി വെക്കുന്നു. ലാലേട്ടൻ വരുന്നു, നേരെ വീട്ടുകാരോട് സ്ക്രീനിൽ ചേരുകയാണ്. പ്രേതമായിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നോറ പറയണം, എനിക്ക് കരയാതെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് എന്നെല്ലാം പറയുന്നു. അടുത്ത് ജാസ്മിൻ, ഇവിടെ തിരിച്ചു വന്നിട്ട് വലിയ എനിക്ക് വരണമെന്നുമില്ലായിരുന്നു, വന്നാലും കുഴപ്പമില്ല, ആ ഒരു ലെവല്, സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല. അപ്പോൾ അഭിഷേക്, നന്ദന വരുമെന്ന് കരുതി, അവളെ ഞാൻ അനിയത്തെ പോലെയാണ് കണ്ട, സിസ്റ്ററാണ്, അപ്പോൾ ബാക്കിയുള്ളവരോ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ജിൻഡോ, അത് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഇത് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ടുള്ള പുറത്ത് പോയിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അവളുടെ ഒരു ഫീലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ അർജുൻ, എനിക്ക് ആ പുതുമഴയായി പാട്ട് കേട്ടപ്പോഴേ മനസ്സിലായി അവൾ തന്നെ ആയിരിക്കുന്നു മനസ്സിലായി. അപ്പോൾ സിജോ, യക്ഷിയായിട്ട് ഒരു ദിവസം നന്ദൂട്ടം ഒരുങ്ങി, അപ്പോൾ ഞാൻ വിചാരിച്ചു നന്ദൂട്ടനായിരിക്കും വരുന്നതെന്നാണ് ഞാൻ കരുതിയത്. അപ്പം നോറ, എനിക്ക് സന്തോഷമായി ലാലേട്ടൻ വന്നിട്ട് സന്തോഷമായി. അപ്പോൾ ലാലേട്ടൻ ഒരു മറുചോദ്യം ചോദിക്കായിരുന്നു, നോറ ഇവിടെ വന്നതിൽ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കാമായിരുന്നു. എന്നിട്ട് നോറ സീക്രട്ട് റൂമിലിരുന്ന് കണ്ട സാധനങ്ങളും വീട്ടിൽ വന്നതും ഒക്കെ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ഋഷി പറയുന്നത്, ലാലേട്ട ഈ നോറ ഇപ്പോഴും നമുക്ക് ആർക്കും മനസ്സിലാവാത്ത ഗോൾഡൻ റാബിറ്റ് ടാസ്കിൽ 4 കട്ട വെച്ച് മാത്രം അടുക്കി വെച്ചത് നോറയ്ക്ക് മാത്രം അറിയാവൂ എൻ്റെ ഗുട്ടൻസ് എന്നാണ് നോറ പറയുന്നത്. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. എന്താണ് നോറ ആ സംഭവം? നോറ പറയുന്നത് അത് മോശം പെർഫോമൻസ് ആണല്ലോ ഞാൻ എല്ലാത്തിനും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ പറയുന്നത്. അപ്പം ഞാനവിടെ ഫസ്റ്റ് എടുത്ത് അതിനെ ഇങ്ങനെ ചെറിയ കൂടി കെട്ടിയിട്ട് അതിനെ ഫസ്റ്റ് തന്നെ ഔട്ടായി മാറി നിൽക്കുമ്പോഴൊരു ഗെയിമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ, എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മനസ്സിലായ? അപ്പം അവിടെ ഇരിക്കുന്നത് ഒന്നും മനസ്സിലായില്ല. ശരി നോറ മോളെ അവിടെ തന്നെ ഇരുന്നോ. എന്നിട്ട് ലാലേട്ടൻ, നോറയ്ക്ക് ആരടുത്തും സ്നേഹമില്ലേ, നോറ അവിടെ തിരിച്ച് യാത്ര പറഞ്ഞില്ലെന്നോ വീട്ടിൽ കയറിയില്ലെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അപ്പോൾ ജാസ്മിൻ, അത് നോറയ്ക്ക് ഇവിടെയുള്ള ആരടുത്തും ഒരു സ്നേഹമില്ല, നോറയ്ക്ക് സ്നേഹമുള്ളത് റസ്മിൻ്റെ അടുത്താണ്, റസ്മിനാണെങ്കിൽ പോവുകയും ചെയ്തു. തിരിച്ച് നോറ പറയുന്നു ബിഗ് ബോസിനോട് നോറയ്ക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ബിഗ് ബോസിനോട് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വീടിനോടാണ് അറ്റാച്ച്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ വീട് നോറ ഇവിടെ നിന്ന സ്ഥലങ്ങളൊക്കെ അവസാനമായിട്ട് കയറി നിൽക്കാൻ കിട്ടിയ ഒരു അവസരം നോറ അത് പാഴാക്കുകയാണ് ചെയ്തത്. ഒരു മര്യാദ കാണിക്കണമായിരുന്നു. നോറ ഈ വീട്ടിൽ കയറിയാൽ നോറ തിരിച്ച് കരയും, അതുകൊണ്ടാണ് നോറ കയറാത്തതെന്ന് പറഞ്ഞു. പക്ഷേ ഈ കാണിച്ചത് വളരെ മോശമായിപ്പോയി. അപ്പോൾ നോറ, അത് ലാലേട്ടാ ഞാൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ കരയാതെ എനിക്ക് അവിടെ വരണം എന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അഭിഷേക്, ലാലേട്ട ഇതൊക്കെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നതാണ്. അപ്പോൾ ജിൻഡോ, നോറ ക്യാമറ നോക്കിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്, കരയുന്നതും ക്യാമറ നോക്കിയിട്ടാണ്. അപ്പോൾ ക്യാമറയോടാണ് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്.
അപ്പോൾ ലാലേട്ടൻ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അപ്പോൾ അർജുൻ ലേറ്റായിട്ട് കിടക്കുന്ന ആളാണ് നോറ. ഇവിടെ അത് നോറയുടെ ഇൻഡിവിജ്വലാണ്. നോറ ഇവിടെ ക്യാമറയൊക്കെ നോക്കി ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ നോറയുടെ ഇൻഡിവിജ്വലാണ്, അതൊക്കെ അവളെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടൻ നോറയെ നിങ്ങൾ എല്ലാവരുടെ ക്യാപ്റ്റൻ ആക്കിയില്ലേ, നോറ താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് ഇങ്ങനെയാണോ താങ്ക്സ് പറയുന്നത്? ലാലേട്ടൻ ഇങ്ങനെയാണ്. അപ്പോൾ നോറ പറയണേ എൻ്റെ ഹൃദയം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എന്നെ ചെമ്പരത്തി എന്ന് എഴുതി കളഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ലാലേട്ടൻ ആ ടോപ്പിക്ക് അടുത്ത് ബ്രേക്ക് കഴിഞ്ഞ് പോകുന്നു. അടുത്ത് സായി പോയി. സായി ഇതൊക്കെ എടുക്കുമെന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടായിരുന്നോ? അപ്പോൾ ജാസ്മിൻ 50 വന്നു കഴിഞ്ഞാൽ എടുക്കും എന്ന് സായി ഓൾറെഡി പറഞ്ഞാൽ, പക്ഷേ സായി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ആരും കരുതിയില്ല. അപ്പോൾ ലാലേട്ടൻ 10 മുതൽ 20 ലക്ഷം വരെ വെക്കാൻ പ്ലാൻ ചെയ്താണ് നമ്മൾ, ഇനി എന്ത് ചെയ്യാൻ? അത് പോയി. അപ്പോൾ ജിൻഡോ അപ്പോൾ ജാസ്മിൻ ലാലേട്ട അർജുൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അർജുൻ്റെ ഈ പൈസ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അർജുൻ്റെ ലോണൊക്കെ കണ്ണിലൂടെ എങ്ങനെ പോകുന്നത്. അപ്പം മാസ് കാണിക്കാൻ വേണ്ടി എപ്പോഴൊക്കെയോ ഈ സായി എടുക്കുമെന്ന് പറഞ്ഞ സംഭവത്തിനെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴോ പറഞ്ഞ സാധനത്തിനെ വീണ്ടും എടുത്ത് എപ്പോഴോ പറഞ്ഞ സാധനത്തെ മാസ് കാണിക്കാൻ വേണ്ടിയാണ് അത് എടുത്തുകൊണ്ട് പോയത്. ബാക്കിയുള്ളവരുടെ അവസരം പോയി. അപ്പോഴാണ് എനിക്കൊരു സാധനം മനസ്സിലായത്. പ്രൊമോയ്ക്കകത്ത് ജാസ്മിൻ സായിയെക്കുറിച്ച് പറയുന്ന ഒരു സാധനം മാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സായി അത് എടുത്തുകൊണ്ട് പോയത് ലാലേട്ടാ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒറിജിനൽ ഡയലോഗ് എപ്പോഴോ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിൽ ഞാൻ പണപ്പെട്ടി എടുക്കുമെന്ന് ചെയ്ത ഒരു പ്ലാനിങ്ങിൻ്റെ പേരിൽ 50 വന്നാലും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാസ് കാണിക്കാൻ വേണ്ടി സായി എടുത്തതാണ്. ഇതാണ് ആ പൂർണ്ണ ഡയലോഗ്. ഇതവർ എപ്പിസോഡ് ഈ പറയുന്ന പ്രൊമോയിൽ കട്ട് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക ഒരു മാനിപ്പുലേഷനാണ് നടത്താൻ നോക്കിയത്. ഇവൻ അവരെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നവരുണ്ടാവാം, നെഗറ്റീവ് അടിക്കുമെന്ന് പറയുന്നത്. എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് അയ്യോ പ്രൊമോയ്ക്കൊപ്പം അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീൽ എനിക്ക് ആയിപ്പോയി പെട്ടെന്ന്. അപ്പോൾ അടുത്ത് അഭിഷേക് ഫസ്റ്റ് ഡേ പെട്ടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളോട് വന്നപ്പോൾ തന്നെ സായി തീരുമാനിച്ചിരുന്നു. നീ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യക്കാരെടുക്കട്ടെ, ആവശ്യക്കാർക്ക് വേണ്ടെങ്കിൽ നീ തന്നെ എടുത്തോ എന്നൊരു ലെവലിൽ ഞാനും സിജോയൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ കേട്ടില്ല. അപ്പോൾ ജിൻഡോ ലാലേട്ട പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സായി ഇത് എടുത്തുകൊണ്ട് പോയത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സായിക്ക് 5 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ 15 ലക്ഷമൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ ലാലേട്ടൻ കൊള്ളാം ഈ എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ടാണ് അവിടെ നിന്നത്. അപ്പോൾ സായിക്ക് പുറത്ത് എന്തോ ചെയ്യാറുണ്ട്, അതിനാണ് സായി ഇപ്പോൾ അവിടെ നിന്ന് കെട്ടും പൊട്ടിച്ച് പോയിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ സീസൺ 4 ആദ്യമായിട്ട് പണപ്പെട്ടി വന്നത്. അപ്പോൾ അന്നൊക്കെ എല്ലാവർക്കും കളിക്കണമെന്നായിരുന്നു. ഇപ്പോൾ ആർക്കും കളിക്കണ്ട. ഇങ്ങനെയാണോ ഫിനാലെ അടുക്കുമ്പോൾ? അയ്യോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിനാലെ അടുക്കുമ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ കളിക്കുന്നത്? അപ്പോഴേ ശ്രീതു லாலேட்டா சாய் வந்து பிளானாக தான் இருந்தது, யார்கிட்டே சாய் வந்து அது ஒன்றுமே പറഞ്ഞില്ല. അതുകൊണ്ട് സായി வந்து അർജുൻ അതെല്ലാമേ കമൻ്റ് അടിച്ചു കൊണ്ടിരുന്നപ്പോൾ വന്ന് സായി ഇത് തൂക്കിട്ട് പോയെങ്കിലേ തൂക്കിട്ട് അത് തൂക്കി അത് പണപ്പെടിയെ തൂക്കി അതുതാ ഇങ്ങ് നടന്നത്. അപ്പോൾ അർജുൻ ഇവിടെ നിന്ന് വന്ന ഇവിടെ ഒരു ക്ലെൻസിങ് പ്രോസസ്സിനാണ് സായി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം സായിക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് സായി ഇവിടെ നിന്ന് പോയെന്നാണ് സായി പറയുന്നത്. അപ്പം ഋഷി സായി സെൽഫിഷ് ആണ് ഇവിടെ കാണിച്ചത്. പൈസയ്ക്ക് ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് സായിയുടെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള എല്ലാവർക്കും കൂടെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. താല്പര്യമില്ല, നമുക്ക് ആർക്കും താല്പര്യമില്ല അങ്ങനെ പറയാൻ. മാത്രമല്ല അവസരം നഷ്ടപ്പെടുത്തിയാണ് സായി ഇവിടെ കാണിച്ചത്. അപ്പോൾ സിജോ ലാലേട്ട സായി ഇവിടെ വന്ന സമയത്ത് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പെടുക്കുന്ന ആളും പെട്ടി എടുക്കുന്ന ആളും എന്നും ഓർത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് പൈസ കൊണ്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും അതൊരു ഡിസ്കഷൻ ആവാൻ വേണ്ടിയിട്ടാണോ ആ പൈസ കൊണ്ട് പുറത്ത് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ലാലേട്ടാ. അപ്പം നോറ വേറെ ആൾക്കാരെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവ എടുത്തത്, സായി എടുത്തത്. അപ്പോൾ ലാലേട്ടൻ ഒരാൾക്ക് ഷുവറായിട്ട് അറിയാമായിരുന്നു സായി പണപ്പെട്ടി എടുക്കും എന്നുള്ള കാര്യം. ആരാണ്? CID രാംദാസ് എന്ന് പറഞ്ഞുകൊണ്ട് CID രാംദാസിൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് സീക്രട്ട് കണ്ടില്ലേ, നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു സായി തന്നെ എടുക്കുമെന്ന്. ആ പ്രൊമോക്കകത്ത് എന്താണ് കാണിക്കുന്നത്? മറ്റേ പ്രൊമോ വന്നല്ലോ CID രാംദാസ് ലാലേട്ടൻ്റെ പറഞ്ഞത്, ആ പ്രൊമോയാണ് കാണിച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് ഇതിനകത്ത് എന്താ ഇത് സായിയാണ് എടുക്കുന്നത് നമുക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞത്. അതിനകത്ത് സീക്രട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പറയാൻ പറ്റുമോ? ലാലേട്ടൻ ചോദിക്കുകയാണ് ഒരു കാര്യം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, പണപ്പെട്ടി വരുമല്ലേ, ഇതാണോ ഇത്ര വലിയ സീക്രട്ട് എന്നിങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ഡയലോഗ്. അതിനെയാണോ എന്തോ ഇനി എടുത്ത് ഭയങ്കര ഹൈലൈറ്റ് ഒരു എന്തോ ഇല്ല. അപ്പം ലാലേട്ടൻ എന്നിട്ട് പിന്നീട് സായി ഇറങ്ങിയിട്ട് കാണണമെന്നുള്ള ജാസ്മിൻ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു കണ്ണാടി ടാസ്ക്, കണ്ണാടിയൊക്കെ നോക്കി എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ജിൻഡോ അത് ലാലേട്ടൻ ഇവിടെ ഫിനാലെ കഴിഞ്ഞിട്ട് മൈക്കില്ലാതെ നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കണം നമ്മളായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ വന്നത് ജിൻഡോയെ നെഗറ്റീവ് ആക്കത്തേ ഉള്ളൂ. കാരണം ജിൻഡോ പറഞ്ഞു നമുക്ക് നമ്മളായിട്ട് നിൽക്കണം, ഫിനാലെ കഴിഞ്ഞിട്ട് മൈക്കില്ലാതെ നമുക്ക് നമ്മളായിട്ട് നിൽക്കണം. അപ്പം നമ്മളായിട്ടോ ഒന്ന് ലാലേട്ടൻ എടുത്ത് ചോദിക്കുമ്പം ജിൻഡോ പറയുന്നുണ്ട്
അത് മൈക്കൊന്നും ഇല്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കണം, ഗെയിം ഒന്നും കളിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സെൻറ്റൻസ് മാത്രമാണ് പുറത്ത് വന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആവും. ഞാൻ ആദ്യം ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ജിൻഡോ പറയുകയാണ് ഫിനാലെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം ഇവിടെ മൈക്കില്ലാതെ ഞാനായിട്ട് നിൽക്കണ ലാലേട്ട എന്നാണ് ജിൻഡോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു പടച്ചവനെ തീർന്ന്, കാരണം ജിൻഡോ എക്സ്പോസ് ആയല്ലോ ആ ഡയലോഗ്. അപ്പം തൊട്ട് പിറകെ ലാലേട്ടൻ എന്തായാലും ലാലേട്ടൻ എടുത്ത് ചോദിച്ചതുകൊണ്ട് ജിൻഡു അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ സംഭവം പറഞ്ഞു. അത് നമുക്ക് എല്ലാവർക്കും മൈക്കില്ലാതെ സ്വസ്ഥമായിട്ട് അടി കൂടാതെ തല്ലുകൂടാതെ ഇവിടെ നിൽക്കണം. ഓരോ സെൻറ്റൻസും ഔട്ട്പുട്ട് വെളിയിൽ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഡിഫറൻസ് ആണ്. എന്നിട്ട് 2 ആഴ്ച എനിക്ക് ഗെയിം അറിയില്ലായിരുന്നു, പിന്നെയാണ് കളിച്ചു തുടങ്ങിയത്. എൻ്റെ ദേഷ്യം മാറി. 2ാം വരവിന് ശേഷം ഞാൻ ഒരു ചീത്തയും വിളിക്കാതെയായി. ഋഷി പറയാണ് ഞാൻ കംഫർട്ടായിരുന്നു, ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളാണ് ഞാൻ. ജാസ്മിൻ പറയുന്നത് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ണാടി നോക്കിയപ്പോൾ മനസ്സിലായി. അടുത്ത് അവർ ഓരോരുത്തരും പറഞ്ഞ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അർജുൻ പറയാണ് ഞാൻ കരഞ്ഞത് ഒത്തിരി, ഈ പറയുന്ന മൊമെൻറ്റ് ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പം അടുത്ത അർജുൻ പറയുന്നത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റി, സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഋഷി ഞാൻ ഒരുപാട് ഇമോഷനായി. അപ്പോൾ ശ്രീതു എനിക്ക് ரொம்ப എന്താ പറയുക கம்ஃபர்ட்டாக தான் இருந்தது. தொடக்கம் ரொம்ப கம்மியாக தான் இருந்தேன், ஆனால் சின்ன காரியத்தை எல்லாமே நான் ஹேட் ஆக்கிட்டே இருந்தேன். ஆனால் அப்படி நான் ரொம்ப சேஞ்ச் ஆகிட்டேன். நான் கேப்டன் ஆகும்போது எல்லாம் ഞാൻ சம்மாதான் நான் அழகாக நான் போட்டுக்கிட்டேன். പിന്നെ நான் இங்கே இன்னும் நீ 12ஆம் வார கடக்கில ஸ்ரீதுன்னு எங்கிட்ட இங்கே 2 காலம் இருக்கு லாலேட்டா, സിജോയ് സായിദാ. ഇപ്പോൾ സിജോ மட்டும்தான் ഇங்கே ഇരിക്ക്. അപ്പോൾ സിജോ ലാലേട്ട അങ്ങനെയല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളിക്ക് പറയുന്നതാണ്. അപ്പം നോറ എനിക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സിജോ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ക്ഷമ തിരിച്ചറിഞ്ഞത്, പ്രതിസന്ധി തരണം ചെയ്യാൻ ഞാൻ പഠിച്ചു. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ മുമ്പ് 100 ദിവസം കരഞ്ഞുകൊണ്ട് പിടിച്ച് ക്ഷമിച്ച് നിന്ന ആളാണ് വിന്നറായെന്ന് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിഷേക് ഞാൻ ക്ഷമയോടെ നിൽക്കാൻ പഠിച്ചു, റിയലൈസേഷൻ, ഇൻബിൽറ്റ് ക്യാരക്ടർ, ഇതൊക്കെയാണ് എനിക്കുണ്ടായ മാറ്റം. അതിനുശേഷം പിന്നീടാണ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നത്. ഒരു ബോർഡുണ്ട്, ആ ബോർഡിൽ മത്സരബുദ്ധി, വിനോദം, കാഴ്ചപ്പാട്, ലീഡർഷിപ്പ്, അതിജീവനം, ഇങ്ങനെ 5 ക്വാളിറ്റീസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മത്സരാർത്ഥികൾ 8 പേരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. ഓരോ കണ്ടസ്റ്റൻസും ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് എടുത്തിട്ട് ഒരാളുടെ പേരെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് അവർക്ക് എത്ര % ക്വാളിറ്റി ഉണ്ട്, 10 to 100 വരെ അവിടെ വെച്ച് എത്രയാണ് ഓരോരുത്തർക്കും ഉള്ള ഓരോരോ സ്വഭാവം. അപ്പോൾ ജാസ്മിൻ ആദ്യം അർജുനെ കുറിച്ച് ഒരാളെ കുറിച്ചേ പറയാൻ പറ്റും. അപ്പോൾ ജാസ്മിൻ വരുന്നു, അർജുനെ കുറിച്ചിട്ടാണ് ജാസ്മിൻ പറയുന്നത്. മത്സര ബുദ്ധി അവന് 60ആണ്, 100ൽ 60ആണ്. വിനോദം 100ൽ 80ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരൂല, അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയാനുള്ള കാര്യം പറയുന്നുണ്ട്. മത്സരബുദ്ധി അവന് 60ആണ്, വിനോദം 80ആണ്, കാഴ്ചപ്പാട് 50ആണ്, ലീഡർഷിപ്പ് 70ആണ്, അതിജീവനം 100ആണ്. അടുത്ത് ശ്രീതു വരുന്നു, സിജോയെ കുറിച്ചാണ് പറയുന്നത്. മത്സരബുദ്ധി 95, വിനോദം 97, കാഴ്ചപ്പാട് 85, ലീഡർഷിപ്പ് 51, അതിജീവനം 100. അത് അതിജീവനം പറയുന്നത് സിജോ വയ്യാതായിട്ട് തിരിച്ചു വന്നതുകൊണ്ടാണ്. അടുത്ത ജിൻഡോ പോകുന്നു, ജാസ്മിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് കളിക്കാൻ പറ്റിയ ഒരു എതിരാളിയാണ്, അപ്പോൾ അതുകൊണ്ട് മത്സരബുദ്ധി 80. പിന്നെ വിനോദം കുറച്ചൊക്കെ എൻ്റർടൈനിങ് ആണ്, അതുകൊണ്ട് 50. പിന്നെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60ആണ് ജാസ്മിൻ്റെ, കുറേയൊക്കെ മാറാനുണ്ട്. ലീഡർഷിപ്പ് ഒന്നും ഇല്ല, 40. ഒരു കാര്യം പറഞ്ഞാൽ വായിലെ നാക്കല്ലേ ഉള്ളൂ. പിന്നെ അതിജീവനമുണ്ട് 90, വായിൽ നാക്കളുണ്ട്, അതിജീവനമുണ്ട് 90. അടുത്ത് ഋഷി വരുന്നു, അഭിഷേകിനെ കുറിച്ചാണ് പറയുന്നത്. അഭിഷേകിന് മത്സരബുദ്ധി അവൻ സൂപ്പറാണ്, അവന് 80 ഉണ്ട്. അടുത്ത് വിനോദം അവൻ സൂപ്പറാണ്, അവന് 70 ഉണ്ട്. അടുത്ത് കാഴ്ചപ്പാട് അവന് കുറേ നല്ല കാഴ്ചപ്പാടുകളുണ്ട്, അത് 87 ഉണ്ട്. ലീഡർഷിപ്പ് അവൻ മടിയനാണ്, അവനെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് അത് 55 ഉള്ളൂ. പിന്നെ അവന് അതിജീവനം അവൻ 90, അതിജീവൻ ക്ഷമിച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അടുത്ത് അർജുൻ പോകുന്നു, ശ്രീധുവിനെ കുറിച്ചാണ് പറയുന്നത്. അവളുടെ മത്സരബുദ്ധി 50ആണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് അവൾ ചെയ്യുന്നത്. അവളുടെ വിനോദം 95ആണ്, പരമാവധി അവൾ എൻ്റർടൈൻ ചെയ്ത് നോക്കുന്നുണ്ട്. അടുത്ത് അവളുടെ കാഴ്ചപ്പാട് 90ആണ്, പല പല കാര്യങ്ങൾ അവളുടെ കാഴ്ചപ്പാടുകൾ നല്ല വ്യൂ ആണ്. അടുത്ത് അവളുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ആണ്, നമ്മൾ കണ്ടതാണ് അവളുടെ ക്യാപ്റ്റൻസി. പിന്നെ അവളുടെ അതിജീവനം 60 വരെ അവളിപ്പം അതിജീവിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നോറ പോകുന്നു, ജിൻഡോയെ കുറിച്ചാണ് പോകുന്നത്. മത്സരബുദ്ധി 90ആണ്, കാരണം ഇതുവരെ എത്തിയിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് 90ആണ്. പിന്നെ വിനോദം 80ആണ്, പല പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. അടുത്ത് കാഴ്ചപ്പാടും 80ആണ്, കാഴ്ചപ്പാട് ഒത്തിരി മാറിയിട്ടുണ്ട്. അടുത്ത് പിന്നെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമില്ല, 30 ഉള്ളൂ. പിന്നെ അതിജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90ആണ്, ഇതുവരെ അതിജീവിച്ചെത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് 90ആണ്. അപ്പോൾ അടുത്ത് സിജോ പോകുന്നു, നോറയെ കുറിച്ചാണ് പറയുന്നത്. നോറയ്ക്ക് മത്സര ബുദ്ധി 50ആണ് ലാലേട്ട. വിനോദമാണെങ്കിൽ 70 ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ മോൺസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പിന്നെ കാഴ്ചപ്പാട് 60, അത്രയേ ഉള്ളൂ, കാഴ്ചപ്പാടൊക്കെ 60 ഉള്ളൂ.
ലീഡർഷിപ്പ് 80 ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ആസ് എ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാം. അപ്പോൾ ലീഡർഷിപ്പ് 80 പിന്നെ അതിജീവനം ഈ പറയുന്ന പോലെ 80 ഉണ്ട് കേട്ടോ. കാരണം നല്ല രീതിക്ക് അവൾ അതിജീവിക്കുന്നുണ്ട് ഇവിടെ മത്സരിച്ചുകൊണ്ട്. അടുത്ത അഭിഷേക് പോകുന്നു. ഋഷിയെക്കുറിച്ചാണ് പറയുന്നത്. ചങ്കാണല്ലോ, മത്സര ബുദ്ധി അവന് 50, സ്ട്രൈറ്റ് ആണ്. പിന്നെ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 80, നല്ല എൻ്റർടൈൻ, അവന് പാട്ടൊക്കെ പാടും അവൻ. പിന്നെ കാഴ്ചപ്പാട് നല്ല കാഴ്ചപ്പാടാണ്. പിന്നെ ഇവിടെ ഗെയിമർ എന്നുള്ള ലെവലല്ല, ഒരു മനുഷ്യൻ എന്നുള്ള ലെവലാണ് നോക്കാനുള്ളത്. പിന്നീട് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60. പിന്നീട് അതിജീവനം അവൻ നല്ലപോലെ അവൻ ഇതുവരെ അതിജീവിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ 100. അതിനുശേഷമാണ് നമ്മുടെ എവിക്ഷൻ വരുന്നത്. അല്ല, ഇതിനു മുമ്പ് ഈ ജാസ്മിൻ്റെ ശ്രീധുവിൻ്റെ ഞാൻ കറക്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഒന്ന് പറയാം. ജാസ്മിൻ അർജുനെ കുറിച്ച് പറയുന്നത് മത്സര ബുദ്ധി 60, നന്നായിട്ട് കളിക്കുന്നുണ്ട്. വിനോദം 80, എല്ലാം പോസിറ്റീവ് വൈബാണ് പറയുന്നത് കേട്ടോ ജാസ്മിൻ. അതാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ശ്രീധു സിജോയെ കുറിച്ച് പറയുന്നത് ഫുള്ള് പോസിറ്റീവാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കേസ് അവരുടെ രണ്ടുപേരുടെ മാത്രമേ ഞാൻ എടുത്ത് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇത് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അർജുൻ്റെ സിജോയുടെ എടുത്ത് പറയാത്തത്. അടുത്ത് എവിക്ഷൻ വരുന്നു. ലാലേട്ടൻ മറ്റേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്, സേവ്ഡ്, റിസൾട്ട് പെൻഡിങ്, എവിക്റ്റഡ്, അത് 3 വെച്ചിട്ടുണ്ട്. അപ്പം ആരെയാണ് ആദ്യം സേവ് ആക്കാൻ? നോറ. ഇന്നെ വേണം ആദ്യം സേവ് ആക്കാൻ. ഞാൻ വന്നിട്ട് എല്ലാ ടാസ്കിലും ഞാനാണ് ഇവിടെ ആദ്യം പോകുന്നത്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. അങ്ങനെയാണെങ്കിൽ ഇത്തവണ അവസാനം. അപ്പം നോറ പടച്ചോനെ എൻ്റെ വിധിയാണോ? അങ്ങനെ സോഫയുടെ നീളമൊക്കെ കുറഞ്ഞു വരാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുനെ പൊക്കുന്നു. എന്തായിരിക്കും? സേവ്ഡ് ആയിരിക്കും. ആ സേവ്ഡാണ്. അടുത്ത സിജോ. അത് ലാലേട്ട എനിക്ക് ഇന്ന് സേവ്ഡ് ആവണം എന്നുണ്ട്, പക്ഷേ പറഞ്ഞ പോലെ നാളത്തേക്ക് തന്നെ സേവ്ഡ് ആക്കാൻ വെക്കുമോ എന്ന് എനിക്കൊരു സംശയം. അപ്പം റിസൾട്ട് പെൻഡിങ് ആണ്. അടുത്ത ജാസ്മിൻ സേവ്ഡ് ആണ്. അല്ല ജാസ്മിൻ എന്നെ സേവ്ഡ് ആക്കില്ല ലാലേട്ട. സേവ്ഡ് അല്ലേ ഞാൻ, എനിക്ക് ടോപ്പ് 5 എത്തണ്ടേ എനിക്ക്. അപ്പോൾ ലാലേട്ടനെ കണ്ട ലാലേട്ടനെ സേവ് ആക്കും. അങ്ങനെ എന്ന് പറഞ്ഞെടുത്ത് റിസൾട്ട് പെൻഡിങ്ങിലോട്ട് വയ്ക്കുന്നു. ജിൻഡോ, ഞാൻ സേവ്ഡ് ആണെന്ന് തോന്നുന്നു ലാലേട്ട. അപ്പോൾ എവിക്റ്റഡിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് സേവിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഋഷി, അത് ലാലേട്ട എനിക്ക് അത് ഞാൻ സേവ്ഡ് അല്ലേ, റിസൾട്ട് പെൻഡിങ് വയ്ക്കുന്നു, പെൻഡിങ്ങിൽ വയ്ക്കുവാണ്. അത് കഴിഞ്ഞ് അവസാനം ശ്രീധുവും നോറയും മാത്രം ബാക്കിയാവുന്നു. ആര് പോകും നിൽക്കും? വീട്ടുകാരത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നു നോറ നിൽക്കുമായിരിക്കാം, കാരണം കഴിഞ്ഞ ആഴ്ച നോറ തിരിച്ച് വന്നതല്ല, അപ്പോൾ നോറ നിൽക്കുമായിരിക്കാം, ശ്രീധു പോകുമായിരിക്കാം. അർജുൻ പറയുന്നു ശ്രീധു ആണ്, കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവളായിരിക്കും നിൽക്കാൻ ചാൻസ്. സിജോ പറയുന്നു ശ്രീധു. അപ്പം ഋഷി ശ്രീധു. അപ്പോൾ ജിൻഡോ, അത് ലാലേട്ടൻ എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കില്ല പ്ലീസ് ലാലേട്ടൻ, എനിക്കിത് പറയാൻ പറ്റത്തില്ല. ശ്രീധു പോകാൻ ചാൻസ് കൂടുതലാണ്, കാരണം കഴിഞ്ഞ ആഴ്ച നോറ കയറ്റിയിട്ടപ്പോൾ ചാൻസ് കൂടുതലാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നോറയ്ക്ക് വോട്ട് കുറവായതുകൊണ്ടാണ് നോറയെ കൊണ്ട് വെറുതെച്ചില്ലെങ്കിൽ നോറയാണ് പോകുന്നത്. അപ്പം ലാലേട്ടൻ വന്നു, എന്തെങ്കിലും ഒന്നില്ല പറ, ഇതൊരു ഗെയിം അല്ല ലാലേട്ട പ്ലീസ് എൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങൾ വയ്യ, ഞാൻ പറയൂല. ഓക്കെ, അവിടെ ഇരിയെങ്കിൽ പിന്നെ ഇതൊരു ഗെയിം അല്ലേ ജിൻഡോ എന്നൊക്കെ ചോദിച്ചു. ജിൻഡോ അവിടെ ഇരുത്തുവാണ്. അടുത്ത് അഭിഷേക് പറയുന്നു അത് ശ്രീധു സേവ് ആവാനാണ് ചാൻസ്. അത് ശ്രീധു. അടുത്ത് ശ്രീധുവിൻ്റെ അടുത്തും നോറയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു. ശ്രീധു പറയണം എനിക്ക് 100 ഡേ വരെ ഇവിടെ നിൽക്കണം ലാലേട്ടാ. അപ്പോൾ നോറ പറയണേ എനിക്ക് ജനവിധി എന്തായാലും ഞാൻ തീരുമാനിക്കും, പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ജനവിധി ഞാൻ പറയാം. ശ്രീധു റിസൾട്ട് പെൻഡിങ്, നോറ എടുത്ത് എവിക്റ്റഡിൽ വെക്കുന്നു. നോറ എവിക്റ്റഡ് ആണ്. വീട്ടുകാരടുത്ത് അപ്പം വീട്ടുകാരത്തേക്ക് യാത്രയൊക്കെ പറയുന്നു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പഴയതുപോലെ തന്നെ മുഖം മങ്ങി ആകെ വിഷമമാണ്. എന്നിട്ട് ജാസ്മിൻ നോറ അവിടെ നിന്ന് ഔട്ടാവാൻ പോകുമ്പോൾ തന്നെ ജാസ്മിൻ നോറയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ജാസ്മിൻ നേരെ പോയി ശ്രീധുവിൻ്റെ അടുത്ത് പറയുവാണ്, ശ്രീധു ഞാൻ നീ ഔട്ടാവാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച നോറ സീക്രട്ട് റൂമിൽ പോയതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്, എൻ്റെ ഉമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞത്. ഓട്ടോമാറ്റിക്കലി ആരായാലും അങ്ങനെ പറഞ്ഞു പോകാറുണ്ട് നിമിഷത്തിൽ. അപ്പം അങ്ങനെ പറയുന്നു. എന്നിട്ട് നോറ അധികാരത്തും എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്നുണ്ട് നോറ. പക്ഷേ നോറ പഴയതുപോലെ തന്നെ വീട് കാണാനൊന്നുമില്ല. ഓക്കെ എനിക്ക് സന്തോഷമാണ്, പോണ് ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. മിൽമയുടെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. നേരെ സ്റ്റേജിൽ വരുന്നു. സ്റ്റേജിൽ വന്നിട്ട് ലാലേട്ടൻ്റെ കൂടെ നിൽക്കുമ്പം ഇനി ഇവിടെ മിസ്സാവും. എന്തിന് ഞാൻ മിസ്സാവും? ഞാൻ ലാലേട്ടനെ മിസ് ചെയ്യും, ബിഗ് ബോസിനെ മിസ് ചെയ്യും. ലാലേട്ടൻ ഞാൻ വീട്ടിൽ പോയിട്ട് ലാലേട്ടൻ്റെ മൂവിയൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി ഞാനത് മുഴുവൻ കാണും. പിന്നെ ഈ വീട്ടിലുള്ളവരെ ഇഷ്ടമല്ലേ, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടം അല്ലാതെയൊന്നുമില്ല. ജേണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നോറ എവിക്റ്റ് ആവുക. നോറയെ വീട്ടുകാരോട്ട് ഓൾ ദ ബെസ്റ്റ്, സൂപ്പർ ആവട്ടെ, മേ ദ ബെസ്റ്റ് വിൻ, ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞാൽ നോറ വേറെ ഒന്നും പറയുന്നില്ല, ബായ് പറഞ്ഞ് നോറ പോവുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. ഇനി നോറയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നോറ ഈ പറയുന്ന പോലെ ഒത്തിരി ഇമോഷനായിട്ട് നിന്ന് ഗെയിം കളിച്ചിട്ടുണ്ട്. ഇമോഷൻസ് നോറയുടെ ഇമോഷൻസ് ഒത്തിരി പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന പോലെ നോറ ഇത്രയും ദിവസം സർവൈവ് ചെയ്തെത്തിയത്. ഇമോഷൻസ് കളിക്കുന്നത് ഇപ്പോഴും ബിഗ് ബോസിൽ അക്സെപ്റ്റ് ചെയ്യില്ല. പണ്ടാണ് കരഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആ കാലം ഇപ്പോഴും ഉണ്ട്. ആ കാലം കഴിഞ്ഞിട്ടില്ല. കാരണം നോറയുടെ ഇമോഷൻസിനെ ഒത്തിരി പേര് അംഗീകരിച്ചത് കൊണ്ടാണ് നോറ ഇവിടെ വരെ എത്തിയത്. പക്ഷേ നോറ ഒറിജിനലായിട്ടാണ് നിന്ന് കളിച്ചു. ഈ പറയുന്ന കരയുന്നതായാലും ആ 100 ദിവസവും കരഞ്ഞു. ആ ലെവലിൽ തന്നെ നിന്ന് ഒറിജിനലായിട്ട് കളിച്ചു. നന്നായിരിക്കട്ടെ, ഇനി നല്ലപോലെ മുന്നോട്ട് പോവട്ടെ. അപ്പോൾ ഇനി നാളത്തെ പ്രൊമോയുടെ വിശേഷങ്ങൾ, പ്രൊമോയിൽ നാളെ കളിച്ചിരി മേളമാണ്. കളിച്ചിരി മേളമാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് പ്രൊമോ വരട്ടെ, കൂടുതൽ വലിയൊരു പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. നാളെ അറിയാലോ സിജോയാണ് എവിക്റ്റഡ് ആയത്. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ഓൾറെഡി എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനമാണ് ഇന്ന് നടന്നത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.